ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്നറിയപ്പെടുന്നത്. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1-നാണ്. ഏത് നദിയുടെ തീരത്താണ് 1902 കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്? പെരിയാറിൻ്റെ തീരത്ത്. പെരിയാറിൻ്റെ തീരത്താണ് 1902 കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവാരായിരുന്നു? ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് ബാലഗംഗാധര തിലകനും മിതവാദി വിഭാഗത്തിൻ്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയുമായിരുന്നു. കേരളത്തിൽ 2001 ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ 2001 ഉരുൾപൊട്ടൽ ഉണ്ടായ അമ്പൂരി എന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര കോടി വർഷമാണ്? 450 കോടി വർഷം. ഭൂമിയുടെ ഏകദേശ പ്രായം 450 കോടി വർഷമാണ്. ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണ്? മണ്ണിൻ്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ. ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് മണ്ണിൻ്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാനാണ്. കടൽ ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 8. കടൽ ജലത്തിൻ്റെ pH മൂല്യം 8 ആണ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂറിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്ന പ്രായം എത്രയാണ്? ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് മനുഷ്യരിൽ പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് 21%. നിശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്രയാണ്? 15%. നിശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് 15%. ഉഭയജീവികൾ വെള്ളത്തിനടിയിൽ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന ശരീരാവയവം ഏതാണ്? ത്വക്ക്. ഉദാഹരണം പറഞ്ഞാൽ തവള വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ത്വക്ക് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. കരയിൽ ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. അപ്പോൾ ഉഭയജീവികൾ വെള്ളത്തിനടിയിൽ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? ത്വക്കാണ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ്? ഹിപ്പോപ്പൊട്ടാമസ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പോപ്പൊട്ടാമസ് ആണ്. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത്? 4 തന്നെയാണ്. പക്ഷികൾക്കും മനുഷ്യനും ഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത്. ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 14. ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14 ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആരാണ്? യൂറി ഗഗാറിൻ. റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതാണ്? ലൈക്ക എന്ന നായയാണ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. എത്ര ദൂരം അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത്? 6 മീറ്റർ. 6 മീറ്റർ ദൂരത്തു നിന്നും വേണം സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത്. ബിഹു ഏത് സംസ്ഥാനത്തെ ആഘോഷമാണ്? അസം. ബിഹു എന്നത് അസമിൻ്റെ ദേശീയ ആഘോഷമാണ്. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ച ആരാണ്? ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്?
1809. 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സമ്പൂർണ്ണ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് സമ്പൂർണ്ണ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖല. കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ്? വ്യവസായം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം എന്നിവയൊക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അടുത്ത തൃതീയ മേഖലയാണ്. തൃതീയ മേഖലയാണ് സേവന മേഖല എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തൃതീയ മേഖല അഥവാ സേവന മേഖലയിൽ ഉള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT, ഇതുകൂടാതെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് സേവന മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT എന്നിവയൊക്കെ ഉൾപ്പെടുന്നത് സേവന മേഖലയിലാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം 2006 ആണ്. അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റാണ്. നിയമനിർമ്മാണ സഭകളിൽ അവതരിപ്പിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്ന പേരെന്താണ്? ബില്ല്. നിയമനിർമ്മാണ സഭകളെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ്, പിന്നെ സംസ്ഥാനങ്ങളിൽ നിയമസഭകൾ, ഇവയൊക്കെയാണ് നിയമനിർമ്മാണ സഭകൾ. ഇവിടെ അവതരിപ്പിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്നത് ബില്ല് എന്ന പേരിലാണ്. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം എത്രയാണ്? 6 മാസം. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം 6 മാസമാണ്. അപ്പോൾ 6 മാസത്തിനപ്പുറം 2 സമ്മേളനങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഒരു ബില്ല് നിയമമാകുന്നത് ആര് ഒപ്പുവെക്കുന്നതോടുകൂടിയാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു ബില്ല് നിയമം ആകുകയുള്ളൂ. കേരളത്തിൽ സുനാമി ഉണ്ടായത് എന്നാണ്? 2004 ഡിസംബർ 26. കേരളത്തിൽ സുനാമി ഉണ്ടായത് 2004 ഡിസംബർ 26. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം സീസ്മോഗ്രാഫാണ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളക്കുന്ന തോത് ഏതാണ്? റിക്ടർ സ്കെയിൽ. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളക്കുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? ചിലി. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായത് ചിലിയിലാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഏത് തരം മിററാണ് അല്ലെങ്കിൽ ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ കോൺവെക്സ് മിററാണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഹൈഡ്രജനാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ.
അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്, 78% നൈട്രജനാണ്. രണ്ടാം സ്ഥാനം ഓക്സിജനാണ്, 21% ഓക്സിജൻ്റെ അളവ്. മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ടുവെച്ച പെട്ടികളിൽ വെക്കുന്ന ഐസുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? അമോണിയം ക്ലോറൈഡ്. മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ടുവെക്കുന്ന പെട്ടികളിൽ ഉപയോഗിക്കുന്ന ഐസിൽ ഒരു രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട്, അത് അമോണിയം ക്ലോറൈഡാണ്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 2. മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2 പാറ്റകളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 13. പാറ്റകളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13. മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത്? 22 ദിവസം. മനുഷ്യഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത്. ഹീമോഗ്ലോബിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിളർച്ച അഥവാ അനീമിയ. ഹീമോഗ്ലോബിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച അഥവാ അനീമിയ. രക്തം കട്ടപിടിക്കുമ്പോൾ ഊറിവരുന്ന ദ്രാവകമാണ് സീറം. രക്തം കട്ടപിടിക്കുമ്പോൾ ഊറിവരുന്ന ദ്രാവകമാണ് സീറം. പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലമുള്ളത്? 90%. പ്ലാസ്മയിൽ 90% ജലമാണ്. കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവി ഏതാണ്? തവള. കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവി തവളയാണ്. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? ചെകിളപ്പൂക്കളാണ്. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ്? ഹിപ്പോപ്പൊട്ടാമസ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മർദ്ദമാപിനി. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനിയാണ്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ഏത് തത്വമാണ്? ബെർണോളി തത്വം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ബെർണോളി തത്വമാണ്. ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം ഏതാണ്? 1644. ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം 1644. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. സമുദ്രജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ്? 96.5%. സമുദ്രജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 96.5%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിൻ്റെ അളവ് 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിൻ്റെ അളവ് എത്രയാണ്? അതും 25% തന്നെയാണ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിൻ്റെ അളവും 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് 45%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് 45%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവവസ്തുക്കളുടെ അളവ് എത്രയാണ്? 5%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവവസ്തുക്കളുടെ അളവ് 5%. ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നത് മണ്ണിലുള്ള ഫംഗസും ബാക്ടീരിയയുമാണ്. ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നത് മണ്ണിലെ ഫംഗസും ബാക്ടീരിയയുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ ആണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ
ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൗരന്മാരുടെ അവകാശമാണ് മതേതരത്വം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൗരന്മാരുടെ അവകാശമാണ് മതേതരത്വം. സർവരും പഠിക്കുക, സർവരും വളരുക എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർവശിക്ഷ അഭിയാൻ. സർവരും പഠിക്കുക, സർവരും വളരുക എന്നത് സർവശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മുനിസിപ്പൽ കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുനിസിപ്പൽ കോടതിയാണ്. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണം നടത്തുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ച സമയം എത്രയാണ്? 108 മിനിറ്റ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ചത് 108 മിനിറ്റാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നതെന്നാണ്? 1959 ഒക്ടോബർ 10. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് 1959 ഒക്ടോബർ 10. ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ്. ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ്. ചെങ്കണ്ണ്, കുഷ്ഠം എന്നീ രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ്? സമ്പർക്കം മുഖേന. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ്. തല പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി ഏതാണ്? മൂങ്ങ. തല പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി മൂങ്ങയാണ്. നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് എന്തിനാണ്? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ്. നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയാൻ വേണ്ടിയാണ്. ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേരെന്താണ്? ദാരം. ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേര് ദാരം എന്നാണ്. ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേരാണ് ദാരം. ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. വളരെ കുറച്ച് വൈദ്യുതി ആവശ്യമായ ബൾബ് LED ബൾബുകളാണ്. LED ബൾബുകൾക്ക് വളരെ കുറച്ച് വൈദ്യുതിയെ ആവശ്യമുള്ളൂ. വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ഊർജ്ജക്ഷമതയാണ്. വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഊർജ്ജക്ഷമതയാണ്. നമ്മൾ ഈ വൈദ്യുത ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നക്ഷത്ര ചിഹ്നങ്ങൾ കൂടുതലുള്ളതാണോ വാങ്ങേണ്ടത്, കുറവുള്ളതാണോ? കൂടുതൽ നക്ഷത്ര ചിഹ്നങ്ങൾ ഉള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതാണ് നല്ലത്. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി ഏതാണ്? മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി മാൻഡിലാണ്. സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്ക, മഗ്നീഷ്യം. സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ സിലിക്ക, മഗ്നീഷ്യം എന്നിവയാണ്. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്കയും അലുമിനയും. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ സിലിക്ക, അലുമിന എന്നിവയാണ്. ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതീരത്താണ്? ഹൊയാങ്ഹോ. ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദിക്കരയിലാണ്.
മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. പുരാതന കാലത്ത് ഏത് രാജ്യത്തെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെട്ടിരുന്നത്? ഈജിപ്ത്. ഈജിപ്തിലെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെട്ടിരുന്നത്. മൂത്രത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിട്ടുണ്ട്? 96%. മൂത്രത്തിൽ 96% ജലവും 2% യൂറിയയുമാണ് അടങ്ങിയിട്ടുള്ളത്. ശരീരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം എത്ര തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്? 350 തവണ. ശരീരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 350 തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്. രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്ന അവയവം വൃക്കയാണ്. ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നത് എന്താണ്? ഹെപ്പാരിൻ. ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനായി ചേർക്കുന്നത് ഹെപ്പാരിനാണ്. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29 ഇടുപ്പെല്ല്, തുടയെല്ല് എന്നിവ ചേരുന്ന സന്ധി ഏതാണ്? ഗോളരസന്ധി. ഇടുപ്പെല്ലും തുടയെല്ലും ചേരുന്ന സന്ധി ഗോളരസന്ധിയാണ്. മനുഷ്യൻ്റെ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നഖവും മുടിയും. മനുഷ്യൻ്റെ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങളാണ് നഖവും മുടിയും. തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് എന്ത് ചലനത്തിന് ഉദാഹരണമാണ്? നാസ്റ്റിക ചലനം. തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് നാസ്റ്റിക ചലനത്തിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ നിലവിലുള്ളത് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാജ്യം ഏതാണ്? ഇന്ത്യ. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസ്വര രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ഏതാണ്? 1962. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം 1962. ISRO രൂപീകൃതമായ വർഷം ഏതാണ്? 1969. ISRO രൂപീകൃതമായ വർഷം 1969. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാന മന്ദിരം. ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 1859. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം 1859. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയതാരാണ്? അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതൊക്കെയായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറായിരുന്നു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറമേതാണ്? വെള്ള.
ധരാതലീയ ഭൂപടങ്ങളിൽ തരിശു ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ്? തവിട്ട് നിറം. കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട് നിറമാണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18. എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂറിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ്. പഞ്ചസാരയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം എത്രയാണ്? 2:1. പഞ്ചസാരയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം 2:1 ആണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം എന്താണ്? ബ്യൂട്ടേൻ. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ ആണ്. DNA ഫിംഗർ പ്രിന്റിൻ്റെ പിതാവ് ആരാണ്? അലക്സ് ജെഫ്രി. DNA ഫിംഗർ പ്രിന്റിൻ്റെ പിതാവ് അലക്സ് ജെഫ്രി ആണ്. ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി ഏതാണ്? കുരുവി. ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി കുരുവിയാണ്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ചാൾസ് ഡാർവിൻ. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. ഉൽപ്പരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹ്യൂഗോ ഡീവറീസ്. ഉൽപ്പരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവറീസ് ആണ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ് ആണ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പ്. തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ്? വയലറ്റ്. പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ് ആണ്. പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ്. പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ചുവപ്പാണ്. നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം എത്ര മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം? 6 മണിക്കൂർ. നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം 6 മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? തിളനില കൂടുന്നു. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം തിളനില കൂടുന്നു എന്നതാണ്. പ്രഷർ കുക്കറിൽ ആഹാരം എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നതുകൊണ്ട്. പ്രഷർ കുക്കറിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നത് കൊണ്ടാണ്. ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് സംയോജിത കൃഷി. ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് സംയോജിത കൃഷി എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യയുടെ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-ന്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന
ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എത്രയാണ്? 78. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം 78 നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 72. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 72. 1922 നടന്ന ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ്? 22. 1922 നടന്ന ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 18 വയസ്സ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജിയാണ്. ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? മെർക്കുറി. ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? പെഡോളജി. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നായിരുന്നു? 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞു ഉണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ. കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞു ഉണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മാർബിളും സ്ലേറ്റും. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവ. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 12. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 12. രാജ്യസഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? ചുവപ്പ്. രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പാണ്. ലോക്സഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? പച്ച. ലോക്സഭയിലെ പരവതാനിയുടെ നിറം പച്ച നിറമാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ്. ലെസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആഡം സ്മിത്ത്. ലെസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്താണ്. ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? തവിട്ട് നിറം. ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട് നിറമാണ്. ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഏതാണ്? നീല. ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം നീല നിറമാണ്. ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? പേശീകല. ശരീരചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ്. കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കല ഏതാണ്? നാരുകല. കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കല നാരുകലയാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ഏത് കോശത്തിൻ്റെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത്? മെരിസ്റ്റമിക കോശങ്ങളുടെ. മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി.
ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? മെർക്കുറി. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ്. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ലോഹനാശനം സംഭവിക്കുന്നു എന്നതാണ് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിനുള്ള കാരണം. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ്. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22 ആണ്. ഭൂഗുരുത്വ ത്വരണം 0 വസ്തു എവിടെ നിൽക്കുമ്പോഴാണ്? ഭൂകേന്ദ്രത്തിൽ. ഭൂഗുരുത്വ ത്വരണം 0 വസ്തു ഭൂകേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ്. ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. സിമന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ഏതാണ്? ജിപ്സം. സിമന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ജിപ്സമാണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. 1900 ബോക്സർ കലാപം നടന്നത് എവിടെയാണ്? ചൈനയിൽ. 1900 ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ്. തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു? ജോൺ ഹേയ്. തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് ആണ്. സൺയാസെന്നിന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1911. സൺയാസെന്നിന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911 ആണ്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ചാർലി ചാപ്ലിൻ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ്? സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ ആണ്. ഭാഷാടിസ്ഥാനത്തിൽ 1953 രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ 1953 രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ഏതാണ്? 1952. വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം 1952 ആണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ജലവും. പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ കാർബണും ജലവുമാണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയതാരാണ്? ഹംഫ്രി ഡേവി. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെൻറ്റിമീറ്റർ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്റർ ആണ്. കേരളത്തിലെ റംസർ സൈറ്റുകൾ ഏതെല്ലാമാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണ്?
വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം എന്നിവയാണ്. ചൂട് നീരുറവയായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ചൂട് നീരുറവയായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ജലം ലഭിക്കുന്ന ATM ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ജലം ലഭിക്കുന്ന ATM ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം കർണാടകയിലാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ്? ക്ലോറിൻ, ബ്രോമിൻ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ക്ലോറിനും ബ്രോമിനുമാണ്. ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ. ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ എന്നിവയാണ്. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് അറിയപ്പെടുന്നത് ആഗോളതാപനം എന്നാണ്. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനം. എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ആരാണ്? ജോർജ് എവറസ്റ്റ്. എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ജോർജ് എവറസ്റ്റ് ആണ്. ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? പച്ച നിറം. ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം പച്ചയാണ്. ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുഴൽക്കിണറിനെ. ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം സൂചിപ്പിക്കുന്നത് കുഴൽക്കിണറിനെയാണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. ഭൂമിയുടെ ഏത് പാളിയാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത്? കാമ്പ്. ഭൂമിയുടെ കാമ്പാണ് നിഫെ എന്ന പേരിലും അറിയപ്പെടുന്നത്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിംഗ് പ്രക്രിയ. ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിംഗ് പ്രക്രിയ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിൽ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുക. ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? മാഗ്നറ്റൈറ്റ് ആണ്. ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ്. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കുമാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? തലകീഴായി. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തലകീഴായതായിരിക്കും. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ എന്താക്കിയാണ് മാറ്റുന്നത്? രാസോർജ്ജം. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്? സസ്യങ്ങളിൽ നിന്നും. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നുമാണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUCN. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN ആണ്. IUCNൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ഏതാണ്? ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. WWF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWF എന്നതിൻ്റെ പൂർണ്ണരൂപം
വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? വൈൽഡ് ലൈഫ് വാർഡൻ. കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ വൈൽഡ് ലൈഫ് വാർഡനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗം ഏതാണ്? കോക്ലിയ. ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗമാണ് കോക്ലിയ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീ സമതലം ഏതാണ്? ഗംഗാ സമതലം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീ സമതലം ഗംഗാ സമതലമാണ്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മെട്രോപൊളിറ്റൻ നഗരം. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ നഗരം എന്നാണ്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1991. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം 1991 ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995 ജനുവരി 1. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താണ്? പ്ലവക്ഷമ ബലം. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം പ്ലവക്ഷമ ബലമാണ്. കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം ഏതാണ്? പ്ലവക്ഷമ ബലം. കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം പ്ലവക്ഷമ ബലമാണ്. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം എന്താണ്? പ്രതലബലം. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതലബലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് കൊഹിഷൻ ബലമെന്നും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ ബലം എന്നുമാണ്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണമാണ് തേൻ. വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണം തേനും വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകത്തിന് ഉദാഹരണം മണ്ണെണ്ണയുമാണ്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? വിസ്കോസിറ്റി കുറയുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയത് ഏതാണ്? പ്രാഥമിക തരംഗങ്ങളാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയ തരംഗം പ്രാഥമിക തരംഗമാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ്. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി ഏതാണ്? വവ്വാൽ. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി വവ്വാലാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.